നമുക്കറിയാം ഗൾഫ് മേഖല എന്നത് ഒരു മരുപ്രദേശമാണ്. എന്നാൽ ഇതൊരു മരുഭൂമിയാണ് എന്ന് അത്ര പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. കാരണം ഈ മരുഭൂമിയെ വളരെയധികം പച്ചപ്പുള്ള ഒരു പ്രദേശമാക്കി ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ ഭരണാധികാരികൾ, അധികൃതർ എല്ലാവരും മാറ്റിയിട്ടുണ്ട്. എങ്കിലും മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുക എന്നതിൻ്റെ സുഖമറിയാൻ ഏവരും താല്പര്യപ്പെടുന്നുണ്ട്. ഇതിനെ സഹായിക്കുന്നതാണ് ഡെസേർട്ട് സഫാരി. ഒരു വ്യത്യസ്ത ഡെസേർട്ട് സഫാരി വിശേഷമാണ് ആദ്യം. മരുഭൂമിക്കും പുഴയ്ക്കും ചില സമാനതകളുണ്ട്. ഒരു പുഴയിലൂടെ ഒന്നിലധികം തവണ യാത്ര ചെയ്യാനാവില്ല എന്ന് പറയുന്നത് പോലെ തന്നെ മരുഭൂമിയിലൂടെയും ഒന്നിലധികം തവണ യാത്ര ചെയ്യാനാവില്ല. അവ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഒരു മണൽക്കാറ്റ് മതി മരുഭൂമിയുടെ രൂപം മാറ്റാൻ. വിശാലമായ മരുഭൂമിയിൽ മണൽക്കാറ്റ് സാധാരണമാണ് താനും. മരുഭൂമിയുടെ ഹൃദയം തൊട്ടറിയാൻ UAE കേരള എഞ്ചിനീയറിംഗ് അലുമിനി ഒരു യാത്ര സംഘടിപ്പിച്ചു. ദുബായിലെ ലഹബാബ് മരുഭൂമിയിലൂടെയായിരുന്നു ഈ യാത്ര. മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് UAE അലുമിനിയുടെ നേതൃത്വത്തിലുള്ള ഈ യാത്രയിൽ ഗേൾഫ്രണ്ടും ഒപ്പം കൂടി. സാധാരണ ഡെസേർട്ട് ഡ്രൈവുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഈ യാത്ര. 4 വീലുള്ളവർക്ക് മണൽക്കാട്ടിലൂടെ വാഹനം ഓടിക്കാനുള്ള അവസരമായിരുന്നു ഇവിടെ ഒരുക്കിയത്. രാവിലെ തുടങ്ങിയ യാത്രയിൽ 100-ലധികം വാഹനങ്ങളാണ് പങ്കെടുത്തത്. എമിറേറ്റ്സ് 4x4 ക്ലബ് അംഗങ്ങളാണ് മരുഭൂമിയിൽ ഈ വാഹനങ്ങൾക്ക് വഴികാട്ടികളും സഹായികളുമായത്. മരുഭൂമിയിലൂടെ വാഹനത്തിൽ യാത്ര ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിറഞ്ഞ കാറ്റുള്ള ടയറുമായി വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും വാഹനം മണ്ണിൽ പുതിഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ മരുഭൂമിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ടയറിന്റെ പ്രഷർ 20 ആക്കിയ ശേഷമാണ് വാഹനങ്ങൾ യാത്ര തുടരുക. കാറ്റ് കുറച്ചില്ലെങ്കിൽ വാഹനം മണലിൽ പൂഴ്ന്നു പോകുമെന്ന് ഉറപ്പ്. സമുദ്രം പോലെ പരന്നു കിടക്കുന്ന മണൽപ്പരപ്പിലൂടെ വാഹനം ഓടിക്കുക വ്യത്യസ്തമായ അനുഭവം തന്നെ. കിലോമീറ്ററുകളോളം സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ ഒട്ടക ഫാമുകൾ മുന്നിൽ വന്നുപെട്ടെന്നും വരാം. മരുഭൂമിയിൽ ഇത്രയുമുള്ളിൽ ഒട്ടക ഫാമുകളോ എന്ന് മൂക്കത്ത് വിരൽ വെച്ചു പോകുന്ന നിമിഷങ്ങൾ. മരുഭൂയാത്രകൾക്ക് ചില നിയമങ്ങളുണ്ട്, എങ്ങും എഴുതി വച്ചിട്ടില്ലാത്തവ. മുൻപ് യാത്ര ചെയ്തവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് ഈ നിയമങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മരുഭൂമിയുമായി മൽപ്പിടുത്തം പാടില്ല എന്നതാണ് ഇവയിൽ പ്രധാനം. മണൽപ്പരപ്പിന്റെ രീതികളോട് യോജിച്ച് പോകണമെന്ന് ചുരുക്കം. മണൽക്കുന്നുകളിൽ വാഹനം പുതഞ്ഞുപോയാൽ പിന്നെ മുന്നോട്ടെടുക്കരുത്. പൂർണ്ണമായും പുറകോട്ടെടുത്ത ശേഷം മാത്രമേ വാഹനം മുന്നോട്ടെടുക്കാവൂ. അതല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് അനുഭവസ്ഥർ പറയുന്നു. ഡെസേർട്ട് ഡ്രൈവിന് പുറപ്പെടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം വണ്ടിയുടെ കണ്ടീഷനാണ്, പ്രത്യേകിച്ച് ടയറുകളുടെ. നല്ല ഉയരമുള്ള വണ്ടി ഉപയോഗിക്കുന്നതാണ് ഡെസേർട്ട് ഡ്രൈവിന് ഏറ്റവും നല്ലതെന്ന് വിദഗ്ധർ പറയുന്നു. മരുഭൂമിയിലേക്ക് പോകുമ്പോൾ വാഹനത്തിന്റെ കണ്ടീഷൻ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് മതിയായ കുടിവെള്ളം കരുതുക എന്നതും. എന്തെങ്കിലും കാരണവശാൽ ഒറ്റപ്പെട്ടു പോയാൽ ജീവൻ നിലനിർത്താനുള്ള അത്രയും വെള്ളം നിർബന്ധമായും കരുതിയിരിക്കണം. എമിറേറ്റ്സ് 4x4 ക്ലബ് അംഗമായ ഖാലിദ് ഇത് ഊന്നി പറയുകയും ചെയ്യുന്നു. There is a first aid kit which is required, plus the recovery points are the key factors. I mean, if you get stuck, you have to be pulled out, and these are some important things. And water, plenty of water is required, and you have to be really careful. And you cannot fight with the sand. മരുഭൂമികളെല്ലാം ഒരേ സ്വഭാവത്തിലുള്ളവയല്ല. നിറങ്ങളിലും രീതികളിലും അവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓരോ മരുഭൂമിയിലെയും ഡ്രൈവുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അനുഭവം കൊണ്ട് മാത്രമേ മനസ്സിലാക്കാനാവൂ എന്ന് ഖാലിദ് വിശദീകരിക്കുന്നു. If you go towards Alain, it's really soft sand like powder, and then you have the Hatta area where you have big red, and it's a beautiful area inside, and very nice dunes. That is different sand, it behaves differently, so you have to really know how to handle them. You know, it's not the same. You can have same rules you apply everywhere, right? So, but generally when you get the expertise of handling the dunes and the sand, you can manage. But if you are a new person or newbie in the desert, then you have to really follow some instructions given to you by the club members or the persons whom you are following. മരുഭൂമിയിലൂടെ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ബേസ് ക്യാമ്പിലെത്തുമ്പോൾ നേരം ഉച്ചയായിരുന്നു. ഷാമിയാന വിരിച്ച തണലിൽ ഉച്ചഭക്ഷണവും വിശ്രമവും. പിന്നെ കേരള എഞ്ചിനീയറിംഗ് അലുമിനി അംഗങ്ങളുടെ കലാപരിപാടികൾ. വ്യത്യസ്തമായ മരുഭൂ അനുഭവം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരത്തിലൊരു ഡ്രൈവ് സംഘടിപ്പിച്ചതെന്ന് ജിനോയ് വ്യക്തമാക്കി. ഡെസേർട്ട് ശരിക്കും എന്താണെന്ന് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ പരിപാടിയിൽ ഒരു 100 ചില വണ്ടികളിൽ നിന്ന് വന്നിട്ടുണ്ട്. എല്ലാവരും സാമാന്യം നല്ല രീതിക്ക് ഡെസേർട്ടിൽ ഡ്രൈവും ചെയ്തിട്ടുണ്ട്, ശരിക്കും എൻജോയും ചെയ്തിട്ടുണ്ട്.
പിന്നെ ഡെസേർട്ടിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ടുണ്ട്. ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പ്യൂർ ഒരു സാധനമാണ്. ഒരു പ്ലാസ്റ്റിക്കോ ഒരു വേസ്റ്റ് ഇവിടെ ഇല്ല. അതേമാതിരി തന്നെ നമ്മൾ ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് എല്ലാ സാധനവും ഇവിടുന്ന് പറക്കി കൊണ്ടുപോകും. ഡെസേർട്ട് ഡ്രൈവിൽ പങ്കെടുത്ത കുടുംബങ്ങളെല്ലാം തന്നെ സന്തോഷത്തിലായിരുന്നു. ജീവിതത്തിൽ ഇതാദ്യമായാണ് ഇത്രയധികം ദൂരം മരുഭൂമിയിലൂടെ ഡ്രൈവ് ചെയ്തതെന്ന് ചിലരുടെ സാക്ഷ്യപ്പെടുത്തൽ. ഈ ഡ്രൈവ് വളരെ എൻജോയബിൾ ആയിരുന്നു. ഓഫ് റോഡ് ഡ്രൈവിങ്ങിന് നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. കുട്ടികളായിട്ടും വരാനായിട്ടും നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വിശ്രമ സമയത്ത് എമിറേറ്റ്സ് 4x4 ക്ലബ് അംഗങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങളും അരങ്ങേറി. സംഘമായി മരുഭൂമിയിലേക്കുള്ള യാത്രകളിൽ എമിറേറ്റ്സ് 4x4 ക്ലബിനെ സഹായത്തിന് ക്ഷണിക്കാവുന്നതാണ്. സൗജന്യമായി തന്നെ ക്ലബ് അംഗങ്ങൾ നിങ്ങൾക്ക് വഴികാട്ടികളും സഹായികളുമാകും.